ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേ താമസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാത്രി കിടന്നത് ഒരു 2:30 ആയപ്പോഴായിരുന്നു. അതുകൊണ്ട് രാവിലത്തേക്കൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഏത്തപ്പഴം വാട്ടി കൊച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുന്നേക്കുന്ന തന്നെ ഫോണിലൊരു കോള് വന്നുകൊണ്ടാണ്. ഇല്ലേ ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങിയേനെ. എനിക്ക് സാധാരണ രാവിലെ പോകുമ്പോഴത്തേക്ക് എന്നെ വിളിക്കുന്നതാണ്. ഇന്നെന്തോ എന്നെ വിളിച്ചില്ല. കാരണം താമസിച്ച് കിടന്നുകൊണ്ട് കിടന്നോട്ടെ എന്നെന്തോ വിചാരിച്ച്. അതുകൊണ്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ചൊന്ന് വൈകിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഫോണും വിളിച്ചങ്ങ് ഇരിക്കുമായിരുന്നു. വിളിച്ചത് വേറെ ആരും അല്ല, ഞാൻ കൊച്ചിയിലുള്ളൊരു കോളേജിൽ ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു 3 മാസമേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കുഞ്ഞ് ചെറുതായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ഡെന്റൽ ക്ലിനിക്ക് നിന്നിട്ടുണ്ടായിരുന്നു മണ്ണഞ്ചേരിയിൽ. അവിടെ ഞാൻ കുറച്ച് മാസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആലപ്പുഴയിൽ ഒരു ക്ലിനിക്കിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ എനിക്ക് ഈ ഒരു ഫീൽഡിനോട് എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി. അപ്പോഴാണ് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ എന്തെങ്കിലും കോഴ്സ് വല്ലതും പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡെന്റൽ അസിസ്റ്റന്റ് കോഴ്സ് പഠിക്കാനായിട്ടായിരുന്നു ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അവർ വിളിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലാണ് വരുന്നത്. 3 ഇയർ ഡിപ്ലോമ കോഴ്സാണ് വരുന്നത്. പിന്നെ 1 ഇയർ കോഴ്സും ഉണ്ട്. എനിക്ക് ഈ ഡെന്റൽ അസിസ്റ്റന്റ് നല്ല രീതിക്ക് പഠിക്കണം, അത് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ രാവിലെ തന്നെ വിളിച്ച് ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയും വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സമയം പോയത് അറിഞ്ഞു. അങ്ങനെ എൻ്റെ ജോലികളൊക്കെ പകുതി ആകാറായപ്പോഴത്തേക്കും പൊന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് നെയ്ച്ചോറും ചിക്കൻ ചുക്കയും സലാഡുമാണ്, പപ്പടവും നെയ്യും സവാളയും പിന്നെ മറ്റേ ഏലക്ക പട്ട ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ചോറ് മൊരിഞ്ഞ് എനിക്ക് അവിടെ വെള്ളം വയ്ക്കാം. എന്നാലും ചോറിങ്ങനെ വിട്ട് എടുത്തോളാം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഞാൻ സാധാരണ നെയ്ച്ചോറ് വെക്കാൽ ഈ വീഡിയോയിൽ കണ്ട പോലെയാണ്. അരി തിളച്ച് ഞാൻ അരി ഇട്ടപ്പോഴത്തേക്കും പൊന്നു പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ സലാഡിനുള്ളതൊക്കെ അരിയുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ ചുക്കയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചയാകുമ്പോൾ കഴിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കറി വേണ്ട, ഇങ്ങനെ പെരട്ടി എടുത്താൽ മതി എന്ന്. ഈ കുപ്പി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാനും പൊന്നും അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെയാണ് ഫസ്റ്റ് വന്നത്. അങ്ങനെ സലാഡൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പടം പറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നെയ്ച്ചോറും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ എപ്പോൾ വെച്ചാലും നെയ്ച്ചോറ് ഒരു കുഴപ്പവും വരാത്തതാണ്. ഇടക്ക് കയറി പൊന്നു എന്താ പ്രസംഗിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല, നെയ്ച്ചോറ് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ സൈഡ് ഫുള്ള് ഇങ്ങനെ കരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടക്ക് ഞാനും പൊന്നു ഇട്ട ഷാൾ ഒന്നാണ്. പൊന്നു ഇട്ടുകൊണ്ട് വന്നത് ഞാൻ വീട്ടിൽ ഇട്ടുകൊണ്ടിരുന്ന ഷാളും ക്രീം കളറാണ്. അതിന് രണ്ടുപേരും കൂടി ഇടിയുണ്ടാക്കുവാണ്, എൻ്റെയാണ് എന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണിയും കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. 2-3 തുണികൾ ഉണങ്ങി. കാരണം ഞങ്ങളുടെ മുറ്റത്ത് നല്ല വെയിലാണ്, നല്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും തുണിയൊക്കെ ഇട്ട്. ആ വെയിലത്ത് കല്ലി ചവിട്ടാൻ പോലും പറ്റത്തില്ല. ഞാൻ ചെരുപ്പിട്ടുകൊണ്ടാണ് ഇറങ്ങിയത്. ഇച്ചു കാല് കൊള്ളുന്ന അകത്ത് തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഉണങ്ങിയ തുണി 2-3 എടുത്ത് ഉണങ്ങാത്ത തുണികളൊക്കെ മറച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഞാൻ ഇച്ചുവിനും ഇവാക്കും ചോറ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കത്തുള്ളൂ, ഇല്ല ഞങ്ങളെ കൊണ്ട് കഴിക്കത്തില്ല, പിള്ളേരിട്ട് കഴിക്കത്തുമില്ല. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ രണ്ടും കൂടെ കർട്ടൻ്റെ ഇടയിൽ കൂടെ കിടന്ന് കളിക്കുകയാണ്. ഞാൻ ഓർത്ത് ആ കർട്ടൻ ഇപ്പോൾ പൊട്ടിപ്പോകും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പുറത്ത് ഇരുന്നിട്ട് ഞങ്ങൾ വല്യമ്മച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ട് ചെന്നപ്പോൾ അവന്മാരെല്ലാവരും കൂടെ എൻ്റെ വീഡിയോ യൂട്യൂബിലിട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ